നമസ്കാരം. ഞാൻ ഡോക്ടർ കാസിം റാവുത്തർ, ആസ്റ്റർ മെഡിക്കൽ സെൻറ്റർ ഡോക്ടർ കോയാസ് ക്ലിനിക്കിലെ ഫിസിഷ്യനായിട്ട് ജോലി ചെയ്യുന്നു. ഏവർക്കും ഹെൽത്ത് വാച്ചിൻ്റെ ഈ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഡയബറ്റിസ് അഥവാ പ്രമേഹ രോഗം എന്നുള്ളതാണ്. ആഗോളതലത്തിൽ ഏറ്റവും അധികം ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഡയബറ്റിസ് അഥവാ പ്രമേഹ രോഗം. എന്തുകൊണ്ടെന്നാൽ ലോക ജനസംഖ്യയുടെ 20% പേർ പ്രമേഹ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രമേഹം പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ചിലപ്പോൾ പാരമ്പര്യമായ കാരണങ്ങളുണ്ടാകാം. ചിലരിൽ ഒട്ടനവധി ആൾക്കാരിലും തെറ്റായ അല്ലെങ്കിൽ ശരിയല്ലാത്ത ജീവിത രീതി, അമിത ഭക്ഷണം, സുഖലോലുപത, അമിതവണ്ണം, അധ്വാനം ഇല്ലാത്ത ഒരു ജീവിത രീതി, ഇതെല്ലാം കൊണ്ടാണ് ഡയബറ്റിസ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ടൈപ്പ് 2 എന്ന് പറയുന്ന സാധാരണ നമ്മൾ കാണുന്ന ഏറ്റവും അധികമായി കാണുന്ന ഡയബറ്റിസ് രോഗം. ഇത് ചിലപ്പോൾ ലക്ഷണങ്ങളോട് കൂടിയോ ചിലപ്പോൾ ഒരു ലക്ഷണങ്ങളും ഇല്ലാതെയോ രോഗിയിൽ അന്തർലീനമായിരിക്കും. ലക്ഷണങ്ങളോട് കൂടി വരുന്നവ പലപ്പോഴും അത്യധികമായ ദാഹം, അധികമായ മൂത്രം ഉണ്ടാവുക, മൂത്രം പോവുക അധികമായിട്ട്, ശരീരത്തിൻ്റെ വണ്ണം കുറയുക, അതുപോലെ അമിത ക്ഷീണം അനുഭവപ്പെടുക, ഇതൊക്കെയായിരിക്കും പലപ്പോഴും ലക്ഷണങ്ങൾ. ചിലർ ഉണങ്ങാത്ത മുറിവുകളുമായിട്ട് വരാറുണ്ട്. അപ്പോഴാണ് പലപ്പോഴും തിരിച്ചറിയപ്പെടുക. മറ്റു ചിലർ യാദൃശ്ചികമായിട്ട് ഏതെങ്കിലും മെഡിക്കൽ ടെസ്റ്റോ മറ്റോ ചെയ്യുമ്പോൾ ഡയബറ്റിസ് രോഗമുള്ളതായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നു. ഒരിക്കൽ ഡയബറ്റിസ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രോഗി വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആഹാരകാര്യങ്ങളിൽ അമിതമായിട്ടുള്ള മധുര പലഹാരങ്ങളും അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ള അഥവാ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളോടുള്ള താല്പര്യം ഒഴിവാക്കേണ്ടതാണ്. വ്യക്തമായും വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരിൽ വെയിറ്റ് കുറച്ചാൽ നല്ല ഫലപ്രാപ്തി ഉണ്ടാവും. കൃത്യമായ എക്സർസൈസ് അഥവാ വ്യായാമ മുറകൾ, നടക്കുക, സൈക്ലിംഗ്, സ്വിമ്മിംഗ് തുടങ്ങിയ വ്യായാമ മുറകൾ ഡെയിലി പരിശീലിച്ചാലും വളരെയേറെ ശാരീരികമായിട്ട് പ്രയോജനപ്പെടും. രോഗാവസ്ഥ ആരംഭത്തിലെ കണ്ട് ചികിത്സിക്കാതിരുന്നാലോ ചികിത്സ നീട്ടുന്നത് വഴി പലപ്പോഴും കൂടുതൽ സങ്കീർണതകളിലേക്കാണ് നാം ചെന്നെത്തുക. ഡയബറ്റിസ് ഒരു അടിസ്ഥാന രോഗമായിരിക്കുകയും അതിൻ്റെ മുകളിൽ ഹൃദ്രോഗം, കിഡ്നിയെ സംബന്ധിക്കുന്ന രോഗങ്ങൾ, കാഴ്ചയെ സംബന്ധിക്കുന്ന രോഗങ്ങൾ, തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾ തുടങ്ങി നിരവധി സങ്കീർണതകൾ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിസ്ഥാന രോഗത്തിന് നമ്മൾ തടയിടുകയും അടിസ്ഥാന രോഗത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്താൽ നിരവധി പ്രശ്നങ്ങൾക്ക് ഉത്തരമാകും. പല രോഗികളും അവർ ഡയബറ്റിക് രോഗികളാണെന്ന് അറിയാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശരിയായ അവസ്ഥ ചിലപ്പോൾ നീണ്ടുപോകാറുണ്ട്. മറ്റു ചില രോഗികൾ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടോ ചികിത്സ ഉപേക്ഷിക്കുന്നവരുമുണ്ട്. പക്ഷെ ഒരിക്കൽ ഡയബറ്റിസ് രോഗം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും ചികിത്സ തുടരേണ്ടതുണ്ട്. ചികിത്സ ഒരുപക്ഷെ ജീവിതശൈലിയിലുള്ള ആരോഗ്യകരമായ മാറ്റം മാത്രം മതിയാവും മറ്റു ചിലർക്ക് മരുന്നും ചിലർക്ക് ഇഞ്ചക്ഷനും ഒക്കെ വേണ്ടി വരാം. ഏതായാലും ഒരു ഡോക്ടറുടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരണമായി ചികിത്സിച്ചുകൊണ്ടിരിക്കുക അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം കിഡ്നികളുടെ പ്രവർത്തനം നിലച്ച രോഗികൾ ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഡയബറ്റിസാണ്. അന്ധതയ്ക്ക് പ്രധാനമായ കാരണം ഒന്ന് ഡയബറ്റിസാണ്. അന്ധത മൂലം ഡയബറ്റിക് കാറ്ററാക്ട് അഥവാ തിമിരം, അന്ധത മൂലമുണ്ടാകുന്ന കണ്ണിലെ നേത്രപടലത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, റെറ്റിനോപ്പതി, ഇവയെല്ലാം അന്ധതയിലേക്ക് നയിക്കുന്നു. ഹൃദ്രോഗത്തിന് പ്രധാനമായ കാരണങ്ങളിലൊന്ന് ഡയബറ്റിസ് ആണ്. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ അമിത രക്തസമ്മർദ്ദവും മറ്റ് കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളും ഉള്ളവരും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അടിസ്ഥാന രോഗമായ ഡയബറ്റിസിനെ ചികിത്സിക്കുന്ന വഴി മറ്റു പല സങ്കീർണതകളിലേക്ക് നാം പോകാതിരിക്കാൻ എളുപ്പമുണ്ട്. അതുമാത്രമല്ല, നല്ല ഒരു രോഗി ഡോക്ടർ ബന്ധം എന്നും കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതല്ലാത്ത പക്ഷം പലപ്പോഴും രോഗി അറിയാതെ തന്നെ നിരവധി പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാം. പല പ്രശ്നങ്ങളും ചികിത്സാ സമയത്ത് ലഭ്യമാകുന്നത് വഴി വളരെയേറെ പ്രതിരോധിക്കപ്പെടാവുന്നതാണെന്ന് കൂടി നാം തിരിച്ചറിയുക. ഡയബറ്റിസ് ഒരു രോഗമല്ല, ശരിക്കും ഒരു അവസ്ഥയാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന സങ്കീർണതകളാണ് പലപ്പോഴും രോഗിയെ വളരെയേറെ കുഴപ്പത്തിലാക്കുക. എളുപ്പം തിരിച്ചറിയുക, എളുപ്പം പ്രതിരോധിക്കുക, അതാണ് ഇതിന് ആഗോളതലത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. പ്രമേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ അവബോധം, രോഗത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, രോഗം മൂലമുണ്ടാകാവുന്ന സങ്കീർണതകളെക്കുറിച്ചുള്ള തിരിച്ചറിവ്, രോഗത്തെ പൂർണ്ണമായും കീഴ്പ്പെടുത്താനാവില്ലെങ്കിലും രോഗത്തെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാമെന്നുള്ള തിരിച്ചറിവും കൃത്യമായ മരുന്നുകളും നല്ല ഭേദപ്പെട്ട ജീവിതശൈലിയും മാത്രമാണ്
രോഗവിമുക്തിക്കുള്ള മാർഗം. ഒത്തൊരുമിച്ച് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഈ രോഗത്തെ നമുക്ക് കീഴ്പ്പെടുത്താനാവും. കീഴ്പ്പെടുത്താനായില്ലെങ്കിൽ തന്നെയും ഇതിനെ പ്രതിരോധിക്കാനാവും. ഇതുമൂലമുണ്ടാകാവുന്ന ഒരുപാട് സങ്കീർണതകൾ നമുക്ക് ഒഴിവാക്കപ്പെടും. നമസ്കാരം.